പീസ്ഫുൾ എന്നൊക്കെ പറഞ്ഞ ഇതാണ്. നമ്മൾ ആദ്യം പോകുന്നത് കൽപ്പാത്തിയിലേക്കാണ്. മഴ പെയ്യാൻ തുടങ്ങി ഗൈസ്. 2 നിലയുള്ള അമ്പലമാണ്. കന്തഷഷ്ടി കവചമൊക്കെ പാടി. മൂത്തന്തരത്ത് ഫ്ലാഷ് ന്യൂസ് സുബ്രഹ്മണ്യന്റെ മകള് അതിൻ്റെ ഉമ്മർത്ത് വണ്ടി നിർത്തുമ്പോൾ പോലീസ് പിന്നാലെ ഉണ്ടായിരുന്നു. ഫോട്ടോ എടുത്തു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഒരു ടെമ്പിൾ ഡേറ്റാണ് ഇന്നത്തെ വ്ളോഗ്. ഇപ്പോൾ സമയം ഏകദേശം 8 മണി ആയിട്ടുണ്ട്. നല്ല മഴയുണ്ടായിരുന്നു രാവിലെ. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇറങ്ങുകയാണ്. നമ്മൾ ആദ്യം പോകുന്നത് കൽപ്പാത്തിയിലേക്കാണ്. ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. നമ്മളിപ്പോൾ കൽപ്പാത്തി അമ്പലം തൊഴുതു. ഇനിയിപ്പോൾ നമ്മൾ നേരെ വട്ടമല മുരുകൻ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. രാവിലെ നേരത്തെ അഗ്രഹാരവും ഈ ഒരു ഭാഗമൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ നമുക്ക് ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. മഴ പെയ്യാൻ തുടങ്ങി. നമ്മളിപ്പോൾ അമ്പലം തൊഴുതു. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 നിലയുള്ള അമ്പലമാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സ്റ്റെയറിലാണ്. ഇവിടെയാണ് കറക്റ്റ് മുരുകൻ്റെ വലിയ പ്രതിഷ്ഠയുള്ളത്. അവിടെയും താഴെ വേറെ ദൈവങ്ങളൊക്കെയാണ്. നമുക്കിനിയിപ്പോൾ ഇറങ്ങാൻ പറ്റില്ല, അത്രയും മഴയുണ്ട് അവിടെ. നല്ല മഴ പെയ്തു. ഇനിയിപ്പോൾ മഴ നിന്നിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നോക്കാം. നടനം ചെയ്യും മയിൽ വാദനായി கையில் வேலாயனை காக்க வென்று வந்து வர வர வேலாயுதனார் வருக வர்மகள் நினைவோன் வருக ஆறுமுகம் படைத்த ஐயா வருக நீரிடும் வேலவன் நித்தமும் வருக சிறகிரி வேலவன் சீக்கிரம் வருக சரவண பவனா சடுதியில் வருக நபவ சரவண வீரா நமோ நம நிபவ சரவண நிர நிர நிரன ஹசரவண வருக வருக அசுரர் குடி கெடுத்த ஐயா வருக என்னை ஆளும் இளையோன் கையில். നമ്മളപ്പോൾ തൊഴുതിട്ട് ഇറങ്ങി. നമുക്ക് പഞ്ചാമൃതം പ്രസാദവും കിട്ടി. മഴ നിൽക്കുന്ന വരെ ഞങ്ങൾ കുറച്ച് നേരം കന്തഷഷ്ടി കവചമൊക്കെ പാടി. ഇനിയിപ്പോൾ നമ്മൾ മഴയും ഉണ്ട് വെയിലും ഉണ്ട്. അപ്പോൾ ഇനിയും വൈകിട്ടുണ്ടെന്ന് വെച്ചാൽ വേറെ അമ്പലങ്ങളിലൊന്നും പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. അടുത്ത നമ്മൾ പോകുന്നത് എവിടെ പോകണം? ചിന്മയ തപോവന അമ്പലത്തിലേക്കാണ് പോണത് കേട്ടോ. ഇനി അവിടെ പോയിട്ട് ബാക്കി കാണാം. നമ്മളിപ്പോൾ ഇവിടെ ചിന്മയ തപോവന എത്തിയിട്ടുണ്ട്. ലീവായ ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇനി തപോവനാണ് തൊഴാൻ പോണത്. പീസ്ഫുൾ എന്നൊക്കെ പറഞ്ഞ ഇതാണ്. അതെ, ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും അലൗഡ് അല്ലായിരുന്നു. ലാസ്റ്റ് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടാണ് വീഡിയോ അലൗഡ് അല്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടത്. അപ്പം നമ്മളിപ്പോൾ അവിടെയും തൊഴുതു. ഇവിടെ കൃഷ്ണനാണ് കേട്ടോ പ്രതിഷ്ഠ. നമ്മൾ പോയ വട്ടമല മുരുകൻ ക്ഷേത്രത്തിൽ മുരുകനും കൽപ്പാത്തിയിൽ ശിവനുണ്ട്. കൃഷ്ണൻ നമ്മൾ ലാസ്റ്റ് തൊഴുതത് കൃഷ്ണനാ തോന്നുന്നു. കൃഷ്ണൻ അമ്മ എന്തോ ആണ്. വിഷ്ണു ഭഗവാനുണ്ട്. പിന്നെ നമ്മൾ വിനായകൻ്റെ അവിടെയും തൊഴുതിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് വടക്കന്ത്ര കാവിലേക്കാണ്. വെയിലാവാൻ തുടങ്ങി. അമ്പലങ്ങളൊക്കെ അടയ്ക്കുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് അവിടെയൊക്കെ പോയിട്ട് വരണം.
നല്ല തിരക്കുണ്ട്. ഇത്രയും വണ്ടികളും ഇവിടേക്ക് വന്നതാണ്. സമയത്ത് ഇവിടെ ഇതായിരുന്നു, എന്താ പറയുക, കുംഭാഭിഷേകം നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുംഭാഭിഷേകം കഴിഞ്ഞതുകൊണ്ട് നല്ല തിരക്കുണ്ട്. കൽപ്പത്തിലും അതേപോലെ ഞാൻ അന്ന് പോകുമ്പോൾ കുംഭാഭിഷേകം നടക്കുകയായിരുന്നു. അപ്പം നമ്മളിനി നേരെ മൂത്താന്തറ അമ്പലത്തിലേക്കാണ് പോകുന്നത്. സ്കൂള്, നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് സ്കൂള് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ എടുത്ത നാളെ മൂത്താന്തറയത്ത് ഫ്ലാഷ് ന്യൂസ്, സുബ്രഹ്മണ്യൻ്റെ മകള് അമ്പലത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് എന്തൊക്കെയാണ് ഫോണും കൊണ്ട് കാണിക്കണമെന്ന് പറയും. നമ്മളിപ്പോൾ മൂത്താന്തറ അമ്പലത്തിലാണ് ഉള്ളത്. പ്രസാദമൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ മൂത്താന്തറ അമ്പലം തൊഴുത് കഴിഞ്ഞു. നമുക്ക് ഉള്ളിൽ വെച്ചിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, എടുത്തൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇനി നമുക്ക് നേരെ മാരിയമ്മൻകോലും കൂടി പോയി കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. ാണുള്ളത് അതുവരെ, അതായത് മൂത്താന്തറ അമ്പലം വരെ ഞങ്ങൾ ഹെൽമെറ്റ് ഇട്ടിട്ടാണ് വന്നത്. കറക്റ്റ് ഇവിടെ എത്തിയപ്പോൾ കറക്റ്റ് ഇവിടെ നിന്ന് മാരിയങ്കോലിൻ്റെ ഉമ്മർത്ത് വണ്ടി നിർത്തുമ്പോൾ പോലീസ് പിന്നാലെ ഉണ്ടായിരുന്നു. ഫോട്ടോ എടുത്തു. ഇന്ന് രാവിലെ തൊട്ട് എനിക്ക് ധനനഷ്ടം ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നത്തെ ദിവസം എനിക്ക് ധനനഷ്ടം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം രാവിലെ ഒരു മീഷോ ഓർഡറിൽ ഒരു 142 രൂപ പോയി. ഇപ്പോൾ ഒരു 500. കുഴപ്പമില്ല. കുഞ്ഞിലെ തൊട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഇവിടെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അതായത് ഇവിടെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര സന്തോഷവും സമാധാനവും, അതേപോലെ നമ്മളുടെ എന്താ പറയുക, ഏറ്റവും അടുത്തൊരാളുടെ അടുത്ത് പോയി സംസാരിക്കുന്ന ഫീലായിരിക്കും നമുക്ക് മാരിയമ്മയുടെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും പറയുമ്പോൾ. ഇവിടുത്തെ അങ്ങനെ ഒരു ഫീലാണ് നമുക്കിവിടെ എപ്പോഴും കിട്ടാറുള്ളത്. അപ്പോൾ നമ്മൾ മാരിയങ്കോല് തൊഴുത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.